വർണ്ണാശ്രമത്തിലെ നാലാമത്തെ ഗുണമല്ല അത് ഒരു ചോയ്സാണ്. അതാണ് ഗൃഹസ്ഥം എന്ന് പറയുന്നത്. അതായത് സെന്ന് ഗുണമുള്ള ആൾക്കാർ, വ്യാസന്മാരായി പോകുന്ന ആൾക്കാർ, ബ്രഹ്മചാരികളായി പോകുന്ന ആൾക്കാർ, വനപ്രസ്ഥന്മാരല്ല ജൂതന്മാരെന്ന് പറഞ്ഞ് ആ മേഖലയിൽ പോകുന്ന ആൾക്കാർ, ഇവർ മൂന്ന് കൂട്ടരിലും ഓരോ മേഖലയിലുള്ള മൂന്ന് കൂട്ടരും ഒരു സമയമെത്തുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ നേടിയിട്ടുള്ള അറിവുകൾ മുഴുവൻ പുതിയ തലമുറക്ക് കൊടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ചെയ്യണമെന്നില്ല, പക്ഷെ കുറേ ആൾക്കാർക്ക് അത് തോന്നുന്നതാണ്. അപ്പം അവർ എന്ത് ചെയ്യും? അവരാണ് സ്വമേധയ അവർ ഗുരുക്കന്മാരായി മാറും. അല്ലാണ്ട് ഗുരുവാകുക എന്ന് പറയുന്നത് ഒരു സ്വതസിദ്ധമായ ഗുണമല്ല. കാരണം ഗുരുവാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുക. നമ്മളെല്ലാവരും ചെയ്യുന്നില്ലേ? നമ്മളെല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരല്ലേ? ഗുരുവാകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അടിസ്ഥാന ഗുണം ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചെറുപ്പം മുതലേ ഒരു ഗുരുവാകാൻ വേണ്ടി പഠിക്കാൻ പറ്റില്ല. കാരണം ഒന്നെങ്കിൽ നിങ്ങൾ ഒരു ബ്രഹ്മചാരി ആയിരിക്കണം, ബ്രഹ്മങ്ങൾ ചെയ്യുന്ന രൂപകൽപ്പനകൾ ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു വ്യാസനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു വനപ്രസ്ഥനോ ജൂതരനോ ആയിരിക്കണം. ആ ഗുണം ഉണ്ടായിരിക്കണം. ഈ മൂന്ന് ഗുണങ്ങളുള്ള ഒരാൾക്ക് മാത്രമേ ഗുരുവാകാൻ പറ്റുള്ളൂ. ഈ മൂന്ന് ഗുണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവാകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പിന്നെ അയാൾ പുസ്തകം നോക്കി പഠിച്ചിട്ടാണോ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക? അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ ഗൃ എന്ന് പറയുന്നത്. മൂന്ന് കേന്ദ്രങ്ങളെയാണ് ഗൃ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ബ്രഹ്മം, സെൻസം, വനപ്രസ്ഥം എന്ന് പറയുന്നത്. ആ മൂന്ന് മേഖലകളും വന്ന് പുതിയ തലമുറക്ക് വേണ്ടി ഉണ്ടാകുന്ന ആ സെൻറ്ററാണ് ഗൃഹസ്ഥം എന്ന് പറയുന്നത്. അവിടെ ഇരിക്കുന്ന ആളാണ് ഗുരു. അപ്പോൾ ഗുരുവായിട്ട് അയാൾ പോകാൻ തീരുമാനിക്കുന്ന സമയം, ഈ മൂന്ന് ജീവിത രീതിയിലും പോകുന്ന ആൾക്കാർ ഒരു പ്രായം എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയം എത്തുമ്പോൾ അവർക്ക് ആ മേഖലകളിൽ ചെയ്യാൻ താല്പര്യമില്ല, അത് അവർക്ക് മതിയായി. അപ്പോൾ ഇനി ഈ തങ്ങൾ നേടിയിട്ടുള്ള അറിവുകൾ മുഴുവൻ കൊടുക്കാൻ വേണ്ടി അവരൊരു ഗൃഹസ്ഥം ഉണ്ടാക്കുകയാണ്. അവിടെ അവർ പുതിയ തലമുറക്ക് വേണ്ടി ഈ അറിവുകൾ അവർ ഷെയർ ചെയ്യുന്നു. ആ സ്റ്റെപ്പ് എടുക്കുന്നതിനെയാണ് ഗൃഹസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അവർ മറ്റേ ആശ്രമം മാറും. അതെന്ന് വെച്ചാൽ മറ്റേ ജീവിത രീതി മാറ്റിയിട്ട് അവർ ഗുരുവായിട്ട് അവർ വരും. പിന്നെ അവർ ബ്രഹ്മ രൂപകൽപ്പനകൾ ചെയ്യാൻ പോവില്ല, അല്ലെങ്കിൽ വ്യാസന്മാരെ പോലെ പുതിയ പാറ്റേണുകൾ കണ്ടെത്താൻ അവർ പോവില്ല, അല്ലെങ്കിൽ ജൂതന്മാരെ പോലെ പുതിയ മെറ്റീരിയലൈസേഷന് വേണ്ടി അവർ പോവില്ല. അവരിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പുതിയ തലമുറക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പോൾ ആ രീതിയിലോട്ട് ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുവന്ന് ആ ജീവിത രീതിയിൽ പോകുന്ന ആളെ ഗുരു എന്ന് പറയും. ആ ഗുരു പരമ്പര അല്ലെങ്കിൽ ആ ഗുരു കേന്ദ്രങ്ങളാണ് ഗൃഹസ്ഥം എന്ന് പറയുന്നത്. ഇതാണ് ഗൃഹസ്ഥം. ഇവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? ബ്രഹ്മചാര്യം കഴിഞ്ഞിട്ട് നിങ്ങളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് ഗൃഹസ്ഥം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതല്ല, അത് നിങ്ങളെ പറ്റിച്ചത്. മനസ്സിലായി? ഈ ഗൃഹസ്ഥം എന്ന് പറയുന്നതാണ് ഗുരു വരുന്നത്. ഗൃഹ എന്ന് പറയുന്നതാണ് ഗുരുവായിട്ട് മാറുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ ഗുരുദേവൻ എന്ന് പറയുന്നത് ഗൃഹസ്ഥം ചെയ്യുന്ന ആളാണ്. അതായത് ഈ മൂന്ന് കേന്ദ്രങ്ങളും സൃഷ്ടിയുടെ മൂന്ന് ഗുണങ്ങളുടെയും മൂന്ന് കേന്ദ്രങ്ങളാണ്. ഈ മൂന്ന് കേന്ദ്രങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന ആ ജീവിത രീതി ചൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ, ബ്രഹ്മാവുകളും സെൻസുകളും വ്യാസന്മാരും ജൂതന്മാരും എല്ലാ മേഖലയിലുള്ള ആൾക്കാരും വന്ന് ഒരു സമയം എത്തുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും തോന്നാതെ വന്നിട്ട് അവർ ഗൃഹസ്ഥം എന്ന് പറയുന്ന ജീവിത രീതി ചെയ്യണം. പക്ഷേ ഈ മൂന്ന് ഗുണങ്ങൾ അവർക്ക് ഉണ്ടാവണം. അല്ലാതെ ഇന്ന് പഠിപ്പിക്കുന്നത് പോലെ ടീച്ചറാകാൻ വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കള്ളത്തരമാണ്. അത് കള്ളനും കള്ളികളുമാണ് ആ പണിക്ക് പോകുന്നത്. ടീച്ചറാകാൻ വേണ്ടി പഠിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചറാകാൻ വേണ്ടി പഠിക്കാൻ പറ്റില്ല. അതെന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇല്ലാത്ത കഴിവ് പുസ്തകം നോക്കി പഠിച്ചിട്ടാണോ ഒരു കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. നീന്താൻ അറിയാൻ പാടില്ലാത്ത ആൾ പുസ്തകം നോക്കി പഠിപ്പിച്ചിട്ടാണോ നീന്തൽ പഠിപ്പിക്കുന്നത്? എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സിസ്റ്റം എന്താണ്? വെറും കള്ളത്തരമാണ്. ഈ അധ്യാപകരെന്ന് പറയുന്ന മുഴുവൻ കള്ളന്മാരും കള്ളികളുമാണ്. കാരണം അവർക്ക് ഇത് അറിയില്ല. അവർ കുറേ പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകത്തിലുള്ളത് ഒരു കുഞ്ഞിൻ്റെ ഉള്ളിലോട്ട് അദ്വൈതാർത്ഥത്തിൻ്റെ വായിക്കത്തോട്ട് ഛർദ്ദിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് ഒരു എക്സാം നടത്തും, മാർക്ക് കിട്ടും. ഇതൊക്കെ പ്രാകൃതമായ വിഡ്ഢിത്തരങ്ങളാണ്, മണ്ടത്തരങ്ങളാണ്. എന്നിട്ട് ഇതിനെയൊക്കെയാണ് നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു വരുത്തുന്നത്. മനസ്സിലായി? യഥാർത്ഥ ഗൃഹസ്ഥം എന്ന് പറയുന്നത് സൃഷ്ടി ഗുണങ്ങൾക്ക് അടിസ്ഥാനമാണ്. ഭൂമിയിലുള്ള എല്ലാ മേഖലയും
സൃഷ്ടി മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നുമില്ല സൃഷ്ടി മേഖലയുമായി ബന്ധപ്പെടാത്തത്. ഇവൻ കൃഷി പോലും ശരീരത്തെക്കുറിച്ച് പഠിക്കും. ഇതെല്ലാം സൃഷ്ടി മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. മനസ്സിലായോ? ശരീരത്തെക്കുറിച്ചിട്ടുള്ള സൂക്ഷ്മമായ വ്യാസന്മാർ നടത്തുന്ന നിരീക്ഷണങ്ങളുണ്ട്. ആ നിരീക്ഷണങ്ങൾ നടത്തിയാലേ പുതിയ തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളും പുതിയ തരത്തിലുള്ള മരുന്നുകളും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സസ്യങ്ങളെക്കുറിച്ച് പഠിച്ചാലേ മരുന്നുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ മരുന്നുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബ്രഹ്മാവും ജൂതരനും കൂടിയാണ്. പക്ഷേ അത് വേണമെങ്കിൽ ആ ഏരിയയിലുള്ള സൂക്ഷ്മമായ പാറ്റേൺസുകൾ തിരിച്ചറിയുന്ന വ്യാസന്മാർ അവിടെ ഉണ്ടാവണം. മനസ്സിലായി? എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഇതാണ് ഗൃഹസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലയിൽ ബ്രഹ്മചാരിയാണ് ബ്രഹ്മം പഠിപ്പിക്കേണ്ടത്, ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്. വ്യാസന്മാരാണ് എങ്ങനെയാണ് വ്യാസന്മാരായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് കാര്യങ്ങളെ പെർസീവ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഈ തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വ്യാസന്മാരാകാൻ വേണ്ടിയിട്ട് ഉള്ള ഗുണമുള്ള കുട്ടികൾ അവർ എങ്ങനെയാണ് ലോകത്തെ പെർസീവ് ചെയ്യേണ്ടത്, ഏത് തരത്തിലൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള മെത്തേഡുകൾ, ഇതൊക്കെയാണ് അവർ പഠിക്കുക. ജൂതരന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ, ജൂതരത്തിൻ്റെ ഗുരുക്കന്മാർ എങ്ങനെയാണ് ഒരു വസ്തുവിന് മെറ്റീരിയലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ആയിരിക്കും ജൂതരന്മാരായിട്ടുള്ള ഗുരുക്കൾ പരിശീലനം കൊടുക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഗൃഹസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ആശ്രമം എന്ന് പറഞ്ഞാൽ 3 അടിസ്ഥാനം. ശ്രം എന്ന് പറഞ്ഞാൽ 3 ഉള്ളൂ. ഈ 4 ആശ്രമങ്ങളും 3 ആശ്രമങ്ങൾ അടിസ്ഥാനവും 4മത്തത് അടുത്ത ജനറേഷന് വേണ്ടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4മത്തെ സാധനമാണ്, ദിക്കാണത്. ആ ഗൃഹസ്ഥം ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ വരുമ്പോൾ ഇതുവരെ നേടിയിട്ടുള്ള അറിവുകൾ മുഴുവൻ പഠിച്ച് പുതിയതുണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ ആൾക്കാരില്ലെങ്കിൽ വരുന്ന അദ്വൈതാർത്ഥങ്ങൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് ഗൃഹസ്ഥമാണ് ഫ്യൂച്ചറിലോട്ടുള്ള അടിസ്ഥാനം. ഒരു നല്ല സൊസൈറ്റി ഉണ്ടാക്കുന്നതും ഗൃഹസ്ഥമാണ്, മോശം സൊസൈറ്റി ഉണ്ടാക്കുന്നതും ഗൃഹസ്ഥമാണ്. ഇന്നത്തെ സൊസൈറ്റി ലോകം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാർ തങ്ങൾ ഗുരുക്കന്മാരാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഈ വൃത്തികെട്ട ജന്തുക്കളായിട്ടുള്ള അധ്യാപകനും അധ്യാപികന്മാരും. അവരെ കൊണ്ട് ഒരു ഗുണവുമില്ല. മനസ്സിലായോ? അവരൊന്നും ശരിയായിട്ടുള്ള ബ്രഹ്മചാരികളോ വ്യാസന്മാരോ വനപ്രസ്ഥന്മാരോ അല്ല. അവർ കുറേ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഒരു ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അവരെ കുറ്റവും പറഞ്ഞിട്ടല്ല, അവർക്കും ജീവിക്കണം, അവർക്കും കുഞ്ഞുങ്ങളുണ്ട്. എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണമല്ലോ വീട്ടിലെ മക്കളെ നോക്കാനായിട്ട്. വേറെ നിവൃത്തിയില്ലല്ലോ. മനസ്സിലായോ? പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഇപ്പോൾ അരിത്തമെറ്റിക് പഠിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഗമാത്രികമായ തത്വങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണെങ്കിലും ഭാഷ പഠിക്കുന്നതാണെങ്കിലും ഇതൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാരാ പഠിപ്പിക്കുന്നത്? ബ്രഹ്മചാരി തന്നെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്. അല്ല വ്യാസനാണ് ഇത് പഠിപ്പിക്കുക. വനപ്രസ്ഥനാണ് ഗുരുവായിട്ട് വന്നിട്ട് അതും പഠിപ്പിക്കേണ്ടത് അവർ തന്നെയാണ്. ഇതാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥ ഗൃഹസ്ഥം. മനസ്സിലായി? ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന വർണ്ണാശ്രമം എന്ന് പറയുന്നത്. അല്ലാതെ ഇവർ പറയുന്നതല്ലത്. ഇവിടെ ഭാരതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളത്തരമാണ്, കാപട്യമാണ്, നുണയാണ്, പച്ച നുണയാണ്. ഈ വാക്കുകൾ യൂണിവേഴ്സൽ ലാംഗ്വേജിൽ ഉണ്ടാക്കിയിരിക്കുന്ന വാക്കുകളാണ്, ഉണ്ടാക്കിയതല്ല. അത് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ വാക്കില്ല ഈ യൂണിവേഴ്സിൽ. ബ്രഹ്മം എന്ന് പറയുന്ന ആ വാക്കിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു വാക്കില്ല. അതിന് നമുക്ക് പല രൂപത്തിൽ നമുക്കിങ്ങനെ ഉണ്ടാകാം. രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബ്രഹ്മമൊന്നല്ല, അത് നമ്മൾ പിന്നീട് ഉണ്ടാക്കിയെടുത്താണ്. അതുപോലെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനൊരു മീനിങ് കൊടുത്തിട്ട് പറയാൻ വേണ്ടി പറയണം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ വാക്കുള്ളൂ, അത് തന്നെ. ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബ്ലൂ മനസ്സിലായി, ബ്രായും ബ്ലൂവും എന്ന് പറയും. മനസ്സിലായി? അപ്പം ഇതാണ് തത്വം. ഇതാണ് വർണ്ണാശ്രമം എന്ന് പറയുന്ന തത്വം. അങ്ങനെ ഈ 4 തത്വങ്ങൾ കൂടി ചേരുന്നതാണ് വർണ്ണാശ്രമം. ഇത് ഓരോ അദ്വൈതാർത്ഥത്തിനുമുള്ള സ്വതസിദ്ധമായ 3 ഗുണങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പം അതറിയുക. അല്ലാതെ ഇവിടുത്തെ കുറേ ഭ്രാന്തന്മാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കാര്യങ്ങളല്ല വർണ്ണാശ്രമം. ഇതാണ് വർണ്ണാശ്രമം. വർണ്ണ ആശ്രം എന്ന് പറഞ്ഞാൽ, ശ്രം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന 3 ഗുണമെന്നാണ് അർത്ഥം. വർണ്ണ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ആവിഷ്കരിക്കുന്നത്. മനസ്സിലായി? വർ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ആവിഷ്കരിക്കുന്നത്. ആ പുറത്തോട്ട് ആവിഷ്കരിക്കുന്ന ഇത് ബന്ധപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന 3 ഗുണങ്ങൾ എന്നാണ് വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അത് ഈ 3 ഗുണങ്ങളാണ്, സൃഷ്ടി ഗുണങ്ങളാണ്. വ്യാസം, ബ്രഹ്മം, ജൂദ്രം.